ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോയി മടുത്തു. ഞാനാണെങ്കിൽ വേണ്ട മൈൻ ചെയ്ത് മടുത്തിട്ട് ഒരു ബ്രീഡർ എന്താ പറയുക ട്രേഡിങ് ഹാൾ ഉണ്ടാക്കിയതായിരുന്നു. അവസാനം നോക്കിയപ്പോഴാ തൊട്ടടുത്തുള്ള ഒരിൻ്റെ കാണുന്ന ബ്രീഡർ അതിൻ്റെ തൊട്ടടുത്തുണ്ടാക്കിയത് കാരണം പണിപറ്റിയില്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മളെ എന്താ പറയുക ട്രേഡിങ് ഹാൾ നമ്മൾ ഒന്നുകൂടി പുതുക്കി പണിയാമാണ്. സത്യം പറഞ്ഞ് ഞാൻ ഇത് ഉണ്ടാക്കി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ ഗൈസ്, വേറെ കാര്യം. എന്നിട്ട് ഞാൻ അവസാനം എഡിറ്റ് ചെയ്യാൻ നേരത്തെ എല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോറേജിലതായിരുന്നു ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഞാൻ അത് ഡിലീറ്റ് ആക്കിയുള്ളൂ. ഓക്കെ, ഭക്ഷണം ആയിക്കട്ടെ. ഓക്കെ, നമുക്ക് അടിച്ചിട്ട് അടുക്കി. ഓക്കെ, അവൻ പോയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു ട്രേഡിങ് ഹാള് നമുക്കൊന്ന് ശരിയാക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു സ്ഥലം അത് കണ്ട നമ്മുടെ വില്ലേജേഴ്സിനൊക്കെ ഞാൻ അവിടെ കൊണ്ട് വെച്ചേക്കണം. അല്ലെങ്കിൽ രാത്രിയൊക്കെ കഴിഞ്ഞാലേ സോംബീസൊക്കെ ഇറങ്ങി അവന്മാരടിക്കും. അതെല്ലാം ലീശ ചെയ്യേണ്ട. നമുക്ക് ആ കാണുന്ന വില്ലേജ് ഉണ്ടോ? വില്ലേജും പോട്ടെ, ആ കാണുന്ന ഐലൻഡ് ഉണ്ടോ? ഐലൻഡിലാണ് നമ്മളെ ഈ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അപ്പുറത്താണ് കാണുന്ന കോലാണ്, അവിടെയാണ് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പുറത്താണ് നമ്മുടെ ബ്രീഡർ തൊട്ടടുത്ത് നിന്ന് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അൺലീഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടോ, ഇവിടെ ആണ് നമ്മളിപ്പോൾ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കേട്ടോ ആമയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഈ സാധനം പിടിച്ചിട്ടെ. ഓക്കെ, നിങ്ങൾ കണ്ടോ ഇവിടെ ഒരു ബ്രീഡർ വരും, ട്രെയിനിങ് ഹാൾ വരും. കണ്ട വന്നത് കണ്ട പൊളിയല്ലേ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഒരു ട്രേഡിങ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആക്കണം. അപ്പോൾ 3 അങ്ങാണ്ടേ ഉള്ളൂ, 3 റോയേ ഉള്ളൂ. നമുക്ക് 6 റോ വേണം. 6 റോയുള്ള ട്രേഡിങ് ഹാളൊക്കെ മതി ഇപ്പോൾ നമുക്ക്. അപ്പോൾ അത്ര ആവശ്യമുള്ളൂ നമുക്ക്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബെഡ് വെക്കണം. ആരും ലിങ്കായില്ലേ? ലിങ്കായി ഒരു ആരും ലിങ്കായേ? ഇതാരാ? ഇവനാണോ? നടുക്കിക്കണ കളി. പുറത്താ. ഓക്കെ, നമ്മളിന്ന് നമ്മുടെ ഒറിജിനൽ സൗണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം മറ്റേ എൻ്റെ എഡിറ്റിംഗ് ആപ്പിന് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അത്ര കാര്യം. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അവൻ പണിയെടുത്ത്. അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. പിന്നെ കേസ് ഒരു കാര്യം നോക്കണം, നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ നേരത്ത് ഒരിക്കലും എന്താ പറയുക ഒരു വില്ലേജറിൻ്റെ രണ്ട് വില്ലേജറും ഒരു രണ്ട് ബെഡുള്ള സ്ഥലം ഒരു വില്ലേജ് ആവുന്നതായിരിക്കും. ഓക്കെ, അവനും പണി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അപ്പുറത്തെ പുള്ളി മറ്റേ ഇതിലോട്ട് കയറും നോക്കട്ടെ. എൻ്റെ വർക്ക് സ്റ്റേഷനുള്ളത് വല്ലതും കയറിയില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, റെയിൽ തന്നെ വയ്ക്കാം. ഞാൻ റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, റെയിൽ വെച്ചേക്കാം. ഇത് പൊട്ടിച്ചെടുക്കട്ടെ. സോ നമ്മൾ സൗണ്ട് മാറ്റി സംസാരിക്കുന്നത് എന്താ പറയുക, സൗണ്ട് വേറെ സൗണ്ട് ആഡ് ചെയ്യുന്നത് സംഭവം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഗൈസ് അത് പറയാം. അതെ ഗൈസ്, അപ്പോൾ റെയിൽ വെക്കണം. റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽ വെക്കണേക്ക് മുമ്പ് അവിടെ ബ്ലോക്ക് വയ്ക്കാം. പ്ലസ് പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരു മെയിൻ ചാനലുണ്ട്. ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ചാനലാണ്. മെയിൻ ചാനൽ ഉണ്ട്. ആ മെയിൻ ചാനലിൽ നാളെ ലൈവ് ഉണ്ട് കേട്ടോ ഗൈസ്. ലൈവിന് എന്തായാലും എല്ലാവരും വരണം. മെയിൻ ചാനലിൻ്റെ പേര് വേണമെങ്കിൽ ഞാനിപ്പോൾ മണ്ടയ്ക്ക് ഇവിടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ മെയിൻ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റെയിൽ വെച്ച് തുടങ്ങാം. റെയിൽ അങ്ങോട്ട് വയ്ക്കാം. ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് അടിക്കാം അല്ലേ. ഫസ്റ്റ് ഇങ്ങോട്ട് ഇവിടെ വെച്ചോ. ഓക്കെ, സെറ്റ്. ഇനി മൈൻകാർട്ട് എടുത്തിട്ട് ഇവിടെ വയ്ക്കാം അല്ലേ. ഇവിടെ വയ്ക്കാം. ഇത് പൊളിച്ചോ പൊളിക്ക്. ഇവിടെ ആരെങ്കിലും കയറ അതിലോട്ട് കാട്ടിലോട്ട് കയറ്. കാട്ടിലോട്ട് കയറ്. ഓക്കെ, കാർട്ടിൽ കയറിയിട്ടുണ്ട്. മൈൻകാർട്ടിൽ കയറിയിട്ടുണ്ട്. എടാ നീ പോട്ടി. അവൻ പോയാ? അയ്യോ എൻ്റെ അണ്ണ, അവനെന്ത് സ്പീഡാ. ഓക്കെ, എടാ ഇതിലോട്ട് കയറ്. പൊട്ടിക്കയറ്. എടാ കയറാ. കയറി. അവൻ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെയിൽ പൊട്ടിക്കാം.
എൻ്റെ അടിയിലൊരു റെയിൽ ഉണ്ടായിരുന്നല്ല. ആ ഇത് തന്നെ ഓക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക അടുത്താണ് ട്രാപ്പ് ഡോർ വയ്ക്കണം. ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. നമ്മളെന്താ പറയുക വില്ലേജേഴ്സിന് നമുക്ക് കൃത്യം 2 ബ്ലോക്കാണ് ഹൈറ്റ്. പക്ഷേ വില്ലേജേഴ്സിന് 2 ബ്ലോക്കും പിന്നെ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്രാപ്പ് ഡോർ വെച്ചേക്കണം. കാരണം അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ഇനി. അല്ല നമുക്ക് 2 ബ്ലോക്കല്ല കൃത്യം പറഞ്ഞ ഹൈറ്റ്. ഓക്കെ ആ ജോലി എടുത്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് എന്താ 2 ബ്ലോക്കല്ല കൃത്യം ഹൈറ്റ്. 2 ബ്ലോക്കിന് തൊട്ട് താഴെ അല്ല 2 ബ്ലോക്ക് ഒരു ട്രാപ്പ് ഡോർ വെക്കുന്നതിന് തൊട്ട് താഴെയാണ് നമ്മളെ ഹൈറ്റ്. പക്ഷേ വില്ലേജേഴ്സിന് അങ്ങനെയല്ല. കൃത്യം 2 ബ്ലോക്ക് ആയിരുന്നു മുകളിലൊരു കുഞ്ഞ് സ്പേസ് വിട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് നീങ്ങാൻ പറ്റില്ല. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. 2 ബ്ലോക്കിൻ്റെ അകത്ത് വില്ലേജറിനെ വെച്ചോന്ന് വിചാരിച്ചു. 2 ബ്ലോക്ക് പൊക്കമുള്ള ഒരു സ്ഥലത്ത് അകത്ത് വില്ലേജറിനെ വെച്ചോന്ന് വിചാരിച്ചു. എൻ്റെ പുറത്തോട്ടിറങ്ങുന്ന വഴിയിൽ 2 ബ്ലോക്ക് പൊക്കത്തിലുള്ള സ്ഥലത്ത് നിങ്ങളൊരു ട്രാപ്പ് ഡോർ വെച്ച് കഴിഞ്ഞാൽ അവന് പുറത്തോട്ടിറങ്ങാൻ പറ്റൂല. പക്ഷെ നമുക്ക് കയറാൻ പറ്റും. കാരണം നമുക്ക് കൃത്യം 2 ബ്ലോക്കല്ല ഹൈറ്റ്. പക്ഷേ വില്ലേജേഴ്സിന് കൃത്യം 2 ബ്ലോക്ക് ഹൈറ്റ് ആയിരുന്നു. ഒരു ട്രാപ്പ് ഡോർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ കുടുങ്ങി പോകും. ഓക്കെ ഇത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ നമ്മളിനി ഇവിടെയും കൂടി ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ആ ട്രേഡിങ് ഹാളുണ്ടല്ലോ, ഈ ട്രേഡിങ് ഹാൾ കുറച്ചുകൂടി ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. 3 കൂടിയും കൂട്ടണം. നമ്മളിപ്പോൾ 2 എന്താ പറയുക ലെക്ടണും 2 സ്മിത്തിങ് ടേബിളും ഒരു എന്താ പറയുക കാർട്ടോഗ്രഫി ടേബിളല്ലല്ലോ ഒരു കമ്പസ്റ്ററല്ല ഏതായിരുന്നു എൻ്റെ പേരും മറന്നല്ലോ ദൈവമേ സാധനം. ഓക്കെ ഞാൻ എല്ലാം ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പേര് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 ലെഫ്റ്റൻ അവർ ജോലി എടുത്തിട്ടുണ്ട്. 2 സ്മിത്തിങ് ടേബിള് ഇത് തന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നും പോയല്ലോ ദൈവമേ. ഫ്ലെക്സിങ് ടേബിൾ അത് തന്നെ. ഞാൻ ഇത് ഉണ്ടാക്കി കുറേ നേരം കഴിഞ്ഞിട്ട് എനിക്കിതിൻ്റെ പേര് മനസ്സിലായി. ഓക്കെ 32 സ്റ്റിക്കിന് ഒരു എമറാൾഡ് ഉണ്ട് ഗൈസ്. പിന്നെ 2 എമറാൾഡിന് ഒരു ബോയ് ഉണ്ട്. അത് നല്ല കാര്യമായി. ഇവൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ സ്മിത്തിൻ്റെ 15 കോളിന് ഒരു എമറാൾഡ് നല്ല കാര്യം. പക്ഷെ അത് അത്ര നല്ലതല്ല. 4 അയണിന് ഒരു എമറാൾഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും എന്താ പറയുക നാളെ നമുക്ക് മറ്റേ അയൺ ഫാം ഉണ്ടാക്കണം. അത് എപ്പിസോഡ് ആയിരിക്കും കേട്ടോ. അവരുടെ ലൈവിൽ ഉണ്ടാക്കാൻ കുറേ നേരം എടുക്കും. ഇവിടെ കളഞ്ഞു. ഇവന് ഇത് തന്നെയാണല്ലേ. ഒരു എമറാൾഡിന് ഒരു ശവല്ലേ പോടെ. ശവലൊക്കെ ഉണ്ടാക്കാന്നല്ലോ. സ്റ്റോൺ ശവല് അടിപൊളി. ഓക്കെ ലെക്ടൺ 24 പേപ്പറിന് ഒരു എമറാൾഡ്. ഇതേതാ 11 എമറാൾഡിന്. മൾട്ടി ഷോട്ട് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ കുഴപ്പമില്ല. ബുക്കിൽ 4 ബുക്കിന് ഒരു എമറാൾഡ് ഉണ്ട് കേട്ടോ ഗേസ്. നല്ല കാര്യം. ഇതിനോട് വെച്ചോക്കട്ടെ. ഇതിൽ തന്നെ 9 എമറാൾഡിന് ഒരു ബുക്ക് ഷെൽഫ്. അതെന്തായാലും നല്ലതാണ് ഗേസ്. 9 എമറാൾഡിന് ഒരു ബുക്ക് ഷെൽഫ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഹാൾ ഇപ്പോൾ നമ്മൾ ഇത്ര ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ കയറി. ഇനി നമ്മൾ ഏകദേശം ഇവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. സോ നത്തിങ്. നമ്മൾ എന്താ പറയുക ബെഡ് ഇവിടെ തന്നെ വെച്ചേക്കണം. ബെഡ് ഇവിടെ വെച്ചില്ലെങ്കിൽ അവരുടെ ജോലി മൊത്തം പോകും. സംഭവം പെട്ടെന്ന് എന്താ വർക്ക് സ്റ്റേഷനിലോട്ട് ലിങ്ക് ആക്കണമെങ്കിൽ ബെഡ് വെച്ചാൽ പെട്ടെന്ന് ലിങ്ക് ആവും. ഞാൻ ഇപ്പോൾ ബെഡ് വെച്ചത് അത് വേറെ കാര്യം. ഇപ്പോൾ നമ്മൾക്കപ്പോൾ നാളെ ലൈവ് ഉണ്ട്. എല്ലാവരും ലൈവിലോട്ട് വരിക. ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ നമുക്കിനി ആവശ്യമുള്ള ഡയമണ്ട് ആർമറും നെറത്ത് ആർമറൊക്കെ നമുക്ക് ഇവരുടെ അടുത്ത് മേടിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ബുക്സൊക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക വീഡിയോ ഇവിടെ വെച്ച് നിർത്താറായിട്ടുണ്ട്. സോ നമ്മുടെ ട്രെയിനിങ് ഹാളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ട്രെയിനിങ് ഹാളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗോളും ഇത്രേ ഉള്ളൂ. സോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.